ഓൾ ഇന്ത്യ സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സ് എക്സ് സർവീസ്മെൻ വെൽഫെയർ അസോസിയേഷൻ 20ാം വാർഷികാഘോഷവും വാർഷിക സമ്മേളനവും ജനുവരി 18-ന് കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിൽ നടക്കും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിക്കും. മുൻ എംപിമാരായ പി.കെ. ശ്രീമതി ടീച്ചർ, കെ.കെ. രാഗേഷ്, പത്മശ്രീ ഇ.പി. നാരായണൻ പെരുവണ്ണാൻ, രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവന മെഡൽ നേടിയവർ, സംഘടനയുടെ മുതിർന്ന അംഗങ്ങൾ എന്നിവരെ ആദരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? നമ്മൾക്ക് പ്രത്യേകമായി ഒരു മന്ത്രിയില്ല, മന്ത്രിസഭയില്ല എന്നുള്ളതാണ്, ഒരു വിഭാഗമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തകരാറ്. ആർമിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡിഫൻസ് മിനിസ്ട്രി എന്നൊരു സെപ്പറേറ്റ് സംവിധാനമുണ്ട്, അവരെ നിയന്ത്രിക്കുന്ന സെപ്പറേറ്റ് നിയമങ്ങളുണ്ട്. നമ്മൾ അതിൻ്റെ രണ്ടാമത്തെ നിൽക്കുന്ന ഏറ്റവും പ്രബലമായ MHA അണ്ടറിൽ തന്നെയാണ്. അതായത് നമ്മുടെ അതിൻ്റെ അണ്ടറിൽ വരുന്ന ഏകദേശം 16ഓളം വിഭാഗങ്ങൾ ഒന്ന് മാത്രമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മളുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടും? നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഈ വിഭാഗത്തിൻ്റെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും കേൾക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മന്ത്രി, ഒരു സംസ്ഥാന മന്ത്രിയെങ്കിലും വേണം, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സെങ്കിലും ആവശ്യമാണ്. അല്ലാത്തിടത്തോളം കാരണം നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല. കാരണം നമ്മൾ എന്തെങ്കിലും നിവേദനം നൽകുമ്പോൾ പലപ്പോഴും എത്തേണ്ട ഡെസ്റ്റിനേഷൻ എത്താതെ ആ ബ്രാഞ്ചിൽ വരുന്ന ചിലപ്പോൾ സിവിലിയൻ എംപ്ലോയി ആയിരിക്കാം, അവർ കുറിപ്പെഴുതിയിട്ടാണ് നേരെ തിരിച്ചിങ്ങോട്ട് അയക്കുന്നത്. എവിടെ അവരുടെ സാഹചര്യം നമ്മുടെ സാഹചര്യമായിട്ട് മാച്ച് ചെയ്തോ? ഞാൻ എംപ്ലോയീസ് റൂളടക്കം കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിൽ പറയുന്നത് ഒരു സിവിലിയൻ എംപ്ലോയിയുടെ ഡ്യൂട്ടിയുടെ അവേഴ്സ് പറഞ്ഞിരിക്കുന്നത് ഒരാഴ്ചയിൽ 48 മണിക്കൂറാണ്. അത് 8 മണിക്കൂർ വീതം 6 ദിവസം ചെയ്യാം, ഇല്ലെങ്കിൽ 12 മണിക്കൂർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷെ അതിൽ റെസ്റ്റിൻ്റെ ഒക്കെ പറയുന്നുണ്ട്. നമ്മളുടെ അവസ്ഥ എന്താണ്? 2-3 ദിവസം വരെ ഷൂ വരെ അടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയട്ടെ. ബാക്കി ഞാൻ മുമ്പൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വന്തം കല്യാണത്തിന് വീട്ടിലെത്താൻ പറ്റാത്തത് കൊണ്ട് സഹോദരിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കല്യാണം നടത്തിയ സംഭവമുണ്ട്. അത് അവസാനം വലിയ പേപ്പറിലെല്ലാം വന്നതിന് ശേഷം അവർക്ക്, ഞാൻ തന്നെ അത് കണ്ടു, അതിനുശേഷം നമ്മളെ ഓഫീസറോട് പറഞ്ഞു, വലിയ പാരിതോഷികം കൊടുത്തു. നോക്കുക, അങ്ങനെ ഒരു അവസ്ഥയിലാണ് അർദ്ധസൈനികർ ഡ്യൂട്ടി ചെയ്യുന്നത്. അവരുടെ കഷ്ടപ്പാടുകൾ എന്തുകൊണ്ട് കേൾക്കുന്നില്ല? അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യത്തെ ജനറൽ ബോഡിയിൽ 3 പ്രമേയങ്ങൾ അവതരിപ്പിച്ച് ബാക്കിയുള്ള പരിപാടികൾ സമരവുമായിട്ട് മുന്നോട്ട് പോകണോ എന്നുള്ളത് അടുത്ത. അർദ്ധസൈനികരോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സി ബാലകൃഷ്ണൻ, എൻ സതീഷ് കുമാർ, ടി വിജയൻ, എൻ കുഞ്ഞിരാമൻ, കെ സനാതൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. Aster MIMS Hospital, we'll treat you well. Chala East, Kannur.